പോറ്റി വളർത്തിയ 6 മക്കളും കൈവിട്ടതോടെ 90 വയസ്സുകാരിയായ അമ്മയ്ക്ക് അഭയമായി കരുണാലയം. ചെങ്ങന്നൂർ പുലിയൂർ കൊച്ചുകുന്നുംപുറത്ത് വീട്ടിൽ ചെല്ലമ്മാളിനെയാണ് മക്കൾ കൈയൊഴിഞ്ഞതോടെ ചെങ്ങന്നൂർ കരുണാലയത്തിൽ എത്തിച്ചത്. 6 മക്കളും കൈവിട്ടതോടെ പുലിയൂർ കൊച്ചുകുന്നുപുറത്ത് വീട്ടിൽ ചെല്ലമ്മാൾ എന്ന 90-കാരിക്ക് അഭയമായത് കിടങ്ങന്നൂർ കരുണാലയമാണ്. വ്യാഴാഴ്ച RDO ഓഫീസിലെത്തുമ്പോൾ രണ്ടാമത്തെ മകൻ എത്തി തന്നെ ഏറ്റെടുക്കുമെന്നായിരുന്നു ഈ അമ്മയുടെ പ്രതീക്ഷ. എന്നാൽ ആരും വന്നില്ല. മൂത്ത മകൻ 74-കാരനായ മുത്താനന്ദന്റെ കൂടെയായിരുന്നു. ഇതുവരെയും വാടക വീട്ടിലായിരുന്നു താമസം. മുത്താനന്ദനും കുടുംബവും വാടകയ്ക്കാണ് താമസിക്കുന്നത്. മുത്താനന്ദനെ കൂടാതെ രാധാകൃഷ്ണൻ, മുരുകൻ, രാജൻ, വിശ്വനാഥൻ, സെൽവി എന്നിവരാണ് മറ്റു മക്കൾ. RDOയുടെ സാന്നിധ്യത്തിൽ ഫെബ്രുവരിയിൽ നടന്ന അനുരഞ്ജന യോഗത്തിന്റെ തീരുമാനപ്രകാരം ഓരോ മക്കളും 2 മാസം വീതം അമ്മയെ നോക്കണമെന്നാണ്. എന്നാൽ രണ്ടാമനായ രാധാകൃഷ്ണൻ ഇതിന് തയ്യാറാകാതെ വന്നു. മറ്റു മക്കളെ വിളിച്ചെങ്കിലും അവരും ഒഴിഞ്ഞുമാറി. ഇതോടെയാണ് അമ്മയെ കരുണാലയത്തിലേക്ക് അയക്കാൻ നിർബന്ധിതമായത്. ചെല്ലമ്മാളുടെ ഭർത്താവ് നാണപ്പനാശാൻ 4 പതിറ്റാണ്ട് മുമ്പേ മരിച്ചു. ആകെയുണ്ടായിരുന്നത് വാഴൂരിൽ 3 സെന്റ് സ്ഥലമായിരുന്നു. 15 വർഷം മുമ്പ് ഇത് വിറ്റ് എല്ലാവർക്കും തുക വീതിച്ചു നൽകിയിരുന്നു. ഈ വസ്തു സ്വന്തം പേരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അമ്മയുടെ സംരക്ഷണത്തിനായി മക്കൾ മത്സരിക്കുമായിരുന്നു എന്നാണ് RDO ഓഫീസിൽ എത്തിയവരിൽ ചിലർ പ്രതികരിച്ചത്. കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട അമ്മയ്ക്ക് കാഴ്ചയ്ക്കും പ്രശ്നങ്ങളുണ്ട്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. RDO ഓഫീസിൽ നിന്നും RDO നിർമ്മൽ കുമാർ, ജൂനിയർ സൂപ്രണ്ട് സുഭാഷ്, സൂപ്രണ്ട് സിന്ധു കുമാരി, സെക്ഷൻ ക്ലർക്ക് ഹരികുമാർ, തൻസീർ റഹ്മാൻ, മഹ്മീരാജ്, മിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓട്ടോയിൽ അമ്മയെ കരുണാലയത്തിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.